അപ്പൊ അവര് പറഞ്ഞ വാക്കാണ്, അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. മനസ്സിലായോ? അപ്പൊ ചോദിച്ചു ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഇല്ല, ആരും ഇല്ല, ആരും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവര് ഡോർ ഇച്ചിരി ഒന്ന് തള്ളി തുറന്നിട്ട് ചോദിച്ചു. അപ്പൊ അവർ തന്നെ അന്തം വിടും, ആരെ ഇവിടെ കയറിയെന്ന് നമുക്ക് അറിയില്ല, മുഖംമൂടിയും വെച്ചിട്ടുണ്ട്. മുഖംമൂടി. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഒരു ദിവസം വളരെ യാദൃച്ഛികമായിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി ഏത് ഫോട്ടോയുടെ കാര്യമാണ് അൻസിബയുടെ അടുത്ത് പറഞ്ഞത്, ഏത് ഫോട്ടോയുടെ കാര്യം, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എനിക്കറിയില്ല ചേട്ടാ, ഈ കുട്ടി ഇങ്ങനെ എടുത്ത് പേരെങ്കിലും നിന്ന് സെൽഫി എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും സാധാരണക്കാരെ പോലെ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അമ്മ എന്ന ഒരു വിഷയത്തെ പറ്റി, ഇപ്പോൾ ആരും അത് അമ്മ എന്നൊന്നും അങ്ങനെ പറയില്ല, AMM എന്നും പിന്നെ മാമിന്നും അമ്മായിന്നും ഒക്കെയാണ് അതിന് ഓരോ പേരൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിനകത്തെ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ കൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ വന്നത്. ഇതിനകത്ത് എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് കുറച്ച് പേര് രാജിവെച്ച് പോയിട്ടും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടും പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിധി ഉണ്ടായിട്ടില്ല കേട്ടോ. അൻസിബയെ പറ്റി ലക്ഷ്മിപ്രിയ ഒരുപാട് മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ട്, ഒരു അവിഹിതം വരെ എടുത്തിട്ട രീതിക്കുള്ള കുറേ കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനൊന്നും തെളിവുകളില്ല, ഇങ്ങനെ ഇവർ പറയുന്നു എന്ന് മാത്രമുള്ളൂ. അതായത് നമ്മുടെ ഇതുപോലെ സജിന പറയുന്ന പോലെ ഒന്നിനും തെളിവുകളില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നിട്ട് പറയുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ശരിക്കും വന്നിരുന്നത് അല്ലെങ്കിലും ഈ ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡയലോഗടി. പുള്ളിക്കാരി മാത്രമുള്ളൂ ലോകത്ത് സത്യസന്ധത, പുള്ളിക്കാരി മാത്രമുള്ളൂ നല്ലവള് എന്നൊരു മൈൻഡാണ് പുള്ളിക്കാരി എല്ലാവരെ പറ്റിയും പറയുന്നത്. ബാക്കി എല്ലാവരും മോശപ്പെട്ടതെന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരുടെ സംസാരം. എന്നെ കണ്ട് എല്ലാവരും പഠിക്കണം, ഞാനാണ് മിടുക്കി, എനിക്കേ സംസാരിക്കാൻ അറിയത്തുള്ളൂ, എനിക്കേ കഴിവുള്ളൂ, ഞാനേ ഉള്ളൂ നടി എന്നൊക്കെ ഒരു മൈൻഡാണ്. ഇവരുടെ അഹങ്കാരം പിടിച്ചൊരു സ്വഭാവമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം ഈ അമ്മേലെ പ്രശ്നമെല്ലാം കഴിഞ്ഞ് വന്നിട്ടും ലക്ഷ്മിപ്രിയയ്ക്ക് ഏറിന്ന് താഴെ ഇറങ്ങാൻ നേരമില്ല. നല്ലപോലെ പൊങ്കാലയാണ് ലക്ഷ്മിപ്രിയയ്ക്ക് കിട്ടുന്നത്. ഒരൊറ്റ മനുഷ്യർ ഒരു സൈഡ് പറയുന്നത് കണ്ടിട്ടില്ല, ഒരൊറ്റ വീഡിയോയിൽ. ഇവർക്ക് സൈഡായിട്ട് ഇവർ പറയുന്നതിനകത്ത്, ഇവർ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനകത്ത് പോലും ഒരു സപ്പോർട്ട് കാണുന്നില്ല. മുഴുവനും ഇവർക്ക് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ലാസ്റ്റ് എടുത്ത അടവും കൂടെ കൊണ്ടുവന്നേക്കുവാണ് അൻസിബയ്ക്കെതിരെ. അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ഇവർ പറഞ്ഞാലും അൻസിബ വിവാഹം കഴിച്ചിട്ടുള്ള വ്യക്തിയല്ല. അപ്പോൾ പിന്നെ അൻസിബയുടെ ബോയ് ഫ്രണ്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു മോശം കാര്യം കൊണ്ട് ഇട്ടാലും അത് എത്രത്തോളം പോകും എന്നുള്ളത് ഓഡിയൻസ് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ പുള്ളിക്കാരിക്ക് ഇങ്ങനെയല്ല, ഇതൊക്കെ വലിയ കുലസ്ത്രീ കളിക്കാന്ന് പറയും, ഒരുപാട് കൊണ്ട് കുലസ്ത്രീ കളിക്കലാണ് ഇതൊക്കെ. അപ്പം ലക്ഷ്മിപ്രിയ പറഞ്ഞു തുടങ്ങുന്ന എവിടെ മുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ പരാതി കൊടുത്തേക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു ഇൻ്റർവ്യൂ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. കാര്യം ശ്വേതാമനുവിനെ പറ്റി പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും ഇതിലെടുക്കുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പം ഇതിനകത്ത് ആദ്യമേ തൊട്ട് പറയുന്നുണ്ട്, അൻസിബ ഇവരുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചതാണ് എല്ലാ വിഷയത്തിലും തുടക്കം എന്ന് പറയുന്നുണ്ട്. അൻസിബ അയച്ച മെസ്സേജ് എന്നാന്ന് ഇതുവരെ ഇവർ പുറത്ത് പറഞ്ഞിട്ടില്ല. അൻസിബ മെസ്സേജ് അയച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒരു കാര്യം അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഞാനൊന്നിനും കേട്ടിട്ടില്ല. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെയാണ്, ഈ ലക്ഷ്മിപ്രിയയുടെ വായിലൂടെയാണ് ഈ ഒരു കാര്യം ഞാൻ കേൾക്കുന്നത്. ആ മെസ്സേജ് എന്നതായിരുന്നു എന്നുള്ളത്, നമുക്ക് ആ മെസ്സേജ് എന്നതായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കേട്ടേച്ച് വരാം. ഡിസംബർ 10 അൻസിബ എനിക്ക് എൻ്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയച്ചു. എനിക്കത് അത്ര നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നിയില്ല, ഒരു നല്ല സെൻസ് ആയിട്ടും എനിക്ക് തോന്നിയില്ല. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ലക്ഷ്മി ചേച്ചി ദുബായിൽ പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിരുന്നോ? എന്റെ ഫ്രണ്ട് RJ സംസാരിച്ചപ്പോൾ ചേച്ചിയുടെ എന്തോ ഒരു ഫോട്ടോയെ പറ്റി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ മെസ്സേജ്. അപ്പൊ ഞാൻ തിരിച്ചു, എന്റെ എന്ത് ഫോട്ടോ? അപ്പം അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം അൻസിബ എന്ന ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ എന്റെ മകളെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ ആ റോഡിൽ പോയി നിന്നാലും മിനിമം 5 പേര് എന്റെ കൂടെ ഫോട്ടോ എടുക്കും. അത് എന്നോടുള്ള ഇഷ്ടക്കൂടുതലൊന്നുമല്ല, എന്നെ കണ്ട് മുഖപരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ കൂടെ ഒരു 5 പേരെങ്കിലും നിന്ന് സെൽഫി എടുക്കും. ഈ ഒരു ഫോട്ടോയുടെ കാര്യം അത് ഇൻസ്റ്റയിൽ കിടന്ന് ഒരുപാട് കറങ്ങിയ ഒരു ഫോട്ടോയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഞാനത് കണ്ടില്ല കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ റിയേഷ് മീഡിയക്കാർക്കിടയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ഇവരെ പറ്റി ഇങ്ങനെ ഒരു ബാറിൽ പോയെന്നോ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കാന്താരി ബാറോ അങ്ങനെ റാസകൈമേരോ അങ്ങനെ പോയി, അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഫോട്ടോ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കത് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടതേ ഉള്ളായിരുന്നു. പിന്നെ ഇതിനകത്ത് പുള്ളിക്കാർ പറയുന്നു, പുള്ളിക്കാരിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, പരിചയമുള്ളൊരു മുഖം കൊണ്ടാണ് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുന്നത്. അങ്ങനെയൊക്കെ വരുമോ? നമുക്ക് പരിചയമുള്ള ഒരാൾക്കാർ വെളിയിട്ടിറങ്ങി എല്ലാവർക്കും പരിചയം ഒരു മുഖം നമ്മൾ കണ്ട ഉടനെ അവരോട് പോയി ഫോട്ടോ എടുക്കും. ഇതൊന്നാമതുണ്ടല്ല, ഇവർ ഭയങ്കര തത്വത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് മൊത്തം ചിലപ്പോൾ പൊട്ടത്തരായിരിക്കും. അത് ഇവരൊരു സിനിമ നടി ആയതുകൊണ്ട് ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും ആൾക്കാർ പോയി ഫോട്ടോ എടുക്കുന്നത്. എന്നിട്ട് അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ല ചെന്നെടുക്കുന്നതെന്ന്, അവരുടെ മുഖം നല്ല പരിചയമുള്ളതുകൊണ്ടാണ്. അതാണ് ഇവർ ഇത് പറയുന്ന എല്ലാം. എന്നിട്ട് ഇവർ തന്നെ പറയുന്നുണ്ട്, എൻ്റെ അക്ഷരങ്ങൾ മലയാള ഭാഷ ഇതായിട്ടുള്ളതാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ട്. പരിചയമുള്ള മുഖം കണ്ടാൽ, നമ്മൾ പരിചയമുള്ള മുഖം കണ്ടാൽ അതൊന്ന് പുഞ്ചിരിക്കും. അങ്ങനെയാണ് പോകുന്നത്. ഓടിച്ചെന്ന് അവരോടൊന്ന് സെൽഫി എടുക്കാനല്ല നോക്കുന്നത്. ഇവർക്ക് പറയാം ഞാനൊരു സെലിബ്രിറ്റിയാണ്, അപ്പോൾ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ ഇഷ്ടമുള്ളവർ വന്ന് എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും, അത്രേ ഉള്ളൂ. അവിടെ അതിനപ്പുറം ഇവർ വിവരിക്കേണ്ട കാര്യമില്ലത്. ഈ ബാക്കി വിവരണം കൂടെ കേട്ടു. എന്നോടുള്ള ഇഷ്ടക്കൂടുതലൊന്നുമല്ല, എന്നെ കണ്ട് മുഖപരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ കൂടെ ഒരു 5 പേരെങ്കിലും നിന്ന് സെൽഫി എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും സാധാരണക്കാരെ പോലും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത, അതുകൊണ്ട് ഇച്ചിരി വൃത്തിയായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഒന്നത്. 2, എന്റെ എന്തോ ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു നല്ല ഫോട്ടോ ആവാനായിട്ട് ഒരു ചാൻസ് ഇല്ല. പിന്നെ ഒരു RJ, ഞാൻ പോയത് ഒരു പബ്ലിക് ഫംഗ്ഷൻ അല്ല, ഞാനൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആണ് പോയത്. ആ ഒരു ഫംഗ്ഷനിൽ ഇങ്ങനെ ഈ പറയുന്ന ഒരു RJ അവിടെ വന്നിട്ടില്ല. അപ്പം ഇതായിരുന്നു വിഷയത്തിന്റെ തുടക്കം. ഈ ഒരു ഫോട്ടോയുടെ കാര്യമാണ് ഇവർ തമ്മിലൊക്കെ അത്ര അടുപ്പമായിരുന്നു. ലക്ഷ്മിപ്രിയ ഈ അൻസിബനെ കൊച്ചെന്നും മോളെന്നും അനിയത്തിന്നും ഒക്കെ ആയിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അടുപ്പമുള്ള സ്ഥിതിക്ക് അൻസിബ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടപ്പം ചോദിച്ചതായിരിക്കാം.
ആ ഒരു ഫോട്ടോ. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അൻസബ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഇവർ ഒരു സഹോദരങ്ങളെ പോലെയാണ് നടന്നുകൊണ്ടിരുന്നത് എന്നെല്ലാം ഇവർ തന്നെ പറയാറുണ്ട്. ലക്ഷ്മിപ്രിയ ഈ അൻസബയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നതൊക്കെ ഈ ലക്ഷ്മിപ്രിയയാണ്. അപ്പോൾ അങ്ങനെ നടന്ന സ്ഥിതിക്ക് ഈ അൻസബയുടെ ഭാഗത്തുകൊണ്ട് കുറച്ചൊക്കെ തെറ്റ്. അൻസബയ്ക്ക് ആ ഒരു ചോദ്യം ചോദിച്ചത് അതിന് ഉത്തരം കൊടുക്കായിരുന്നു. ഇവർ ചോദിച്ചപ്പോൾ പറയുന്നത് ചേച്ചി ഇന്ന പോലെ ഒരു കാര്യം ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് ചോദിച്ചത്. അത് ഇങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടു അല്ലെങ്കിൽ എന്നോട് ഒരാൾ പറഞ്ഞു, അതുകൊണ്ടാണ് ചേച്ചി ഞാൻ ചോദിച്ചത്. അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നൊരു കേസായിരുന്നത്. അത് സത്യം പറഞ്ഞാൽ ഇത്രയും നീട്ടിക്കൊണ്ട് പോയത് ഈ അൻസിബ തന്നെയാണ്. പിന്നെ ഈ അൻസിബയും ഈ ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അൻസിബയെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട്, ലക്ഷ്മിപ്രിയയും ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരും അതിനകത്ത് എന്നതായിരുന്നു എന്നുള്ളത് ഇവരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായതാണ്. ലക്ഷ്മിപ്രിയ ഒരു കാര്യം വന്നാൽ അതിലൊരു 99% ഇവർ നുണയേ പറയത്തുള്ളൂ. അതുപോലെ നുണ പറയുന്നൊരു വ്യക്തിയാണ് ഇവർ. ഒരു കാര്യം ഇവർ സ്വന്തമായിട്ട് ഭാവന മെനഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുന്നതാണ്. അതിന് ഇവർ പിടിച്ച മുയലിൽ 10 കൊമ്പെന്ന് പറഞ്ഞാൽ ആ 10 കൊമ്പെന്ന് പറഞ്ഞ് നിൽക്കുന്ന സാധനമാണ്. അൻസിബ നമുക്ക് അറിയാം, അൻസിബയുടെ സ്വഭാവം അറിയാം. അൻസിബ പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാലും അൻസിബ ഈ ഒരു കാര്യത്തിൽ ഇവർക്ക് അതിനുള്ളൊരു ഉത്തരം കൊടുക്കാമായിരുന്നു. പലപ്പോഴായിട്ട് അവർ ചോദിച്ചു ഇത് എന്താണ് സംഭവം, പലയിടത്ത് വെച്ച് ചോദിക്കുന്നു. അന്നേരമല്ലേ ഇപ്പം പറയാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനൊരു ഉത്തരം ഇതുവരെ ഈ അൻസിബ തന്നിട്ടില്ല. എന്തുകൊണ്ട് അത് ചോദിച്ചപ്പം അല്ലെങ്കിൽ ഇവരിങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ പാടില്ലായിരുന്നു അവരുടെ ഫോണിലേക്ക്. അത് അയച്ചതിന് ശേഷം ഇവരിത് ചോദിക്കുന്നത്. ഇപ്പോൾ ആരാണെങ്കിലും നമ്മൾക്കൊരു മെസ്സേജ് അങ്ങനെ വന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു എന്നുള്ളത് ചോദിക്കും. അത് ഈ ലക്ഷ്മിപ്രിയ എന്നാ പറഞ്ഞാലും എനിക്ക് ഇവരുടെ സ്വഭാവം രീതിയൊന്നും എനിക്ക് ഇഷ്ടമുള്ളതല്ല. പക്ഷെ നമ്മൾ പറയുമ്പം ന്യായം വേണമല്ലോ ഓരോ കാര്യത്തിലും. അത് വെച്ച് അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടപ്പം അത് എന്തിൻ്റെ കാര്യമാണ്, അത് എന്നാന്നുള്ളത് വ്യക്തമാക്കായിരുന്നു അവർക്ക്. അന്നേരം വേണ്ട, ഓക്കെ, ഒരു മാസം എടുത്തിട്ടും അതിന് റിപ്ലൈ ഇവർ കൊടുത്തിട്ടില്ല. ഞാനൊരു മനുഷ്യൻ, എന്റെ ഹസ്ബൻഡ് നിന്നാലും ഞാൻ ഒരു പുരുഷനെ ഹഗ് ചെയ്യുന്നു വെച്ചാൽ എന്റെ ഭർത്താവിന് അതൊരു പ്രശ്നമല്ല. എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഞാൻ അവരെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കും. ആദ്യമായിട്ട് കാണുന്ന മനുഷ്യരാണെങ്കിലും ഞാൻ തോളത്ത് കൈവച്ച് ഫോട്ടോ എടുക്കാറുണ്ട്. അതിലെനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. പിന്നെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടൊരു മനുഷ്യനാണെങ്കിൽ സന്തോഷം കൊണ്ട് ഞാൻ കവിളത്തൊരു ഉമ്മ കൊടുക്കും. അതിലൊരു തെറ്റ് പറയാനില്ല. ഇതല്ലാത്ത ഞാൻ ഒരാളുടെ മടിയിലിരിക്കുന്നതോ ഒരാൾക്ക് വാരി കൊടുക്കുന്നതോ ഒരാളുടെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യുന്നതോ ആയിട്ടുള്ള ഫോട്ടോസ് കാണില്ല. മോളുടെ ഫ്രണ്ട് ആർജെ കണ്ട ഫോട്ടോ എന്താണെന്ന് മോളൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് തന്നെ ആ മെസ്സേജ് ഒക്കെ ഇപ്പോഴും എന്റെ ഫോണിൽ കിടപ്പുണ്ട്, ടൈമും ഡേറ്റും സഹിതം. അപ്പൊ ആ കുട്ടി വിളിച്ചിട്ട് ആ കുട്ടി പറഞ്ഞു, ചേച്ചി ഞാനൊരു വർക്കിലാണ്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, രാത്രി 11:30 മണിക്കാണ് ഓക്കെ എന്ന് പറഞ്ഞു. ഇതിൽ ലക്ഷ്മിപ്രിയ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. കാര്യം ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടാൽ അവർ ഹഗ് ചെയ്യാറുണ്ട്, അവർ തോളെക്കൂടെ കൈയിട്ട് അവർ ഫോട്ടോ എടുക്കാറുണ്ട്, അവർക്ക് അതിനപ്പുറം ഇഷ്ടം തോന്നി അവർ കവളിൽ ഉമ്മ കൊടുക്കാറുണ്ടെന്ന് പറയും. ഇതൊക്കെ ചെയ്യുന്നത് അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി ഇവർ ചെയ്യുന്നെന്ന് പറയുന്ന ഇവർ കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീയും പുരുഷനും ഒരു റൂമിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ എന്നത്തിനും ഇത്ര വലിയ വെപ്രാളപ്പെടേണ്ട കാര്യം തന്നെയാണ്. അവർക്ക് രണ്ടുപേർക്കും ഫാമിലി ഇല്ലാത്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം അവർ രണ്ടുപേരും ഒന്നിച്ച് കണ്ടു എന്നും പറഞ്ഞൊരു അഭിഹിതമായിട്ട് പറയേണ്ട കാര്യം ഇവർക്കില്ല. പ്രായപൂർത്തിയായവരാണ് അവർ രണ്ടുപേരും. അവർ രണ്ടുപേരും സമൂഹത്തോടു കൂടി ആയിരിക്കും അവരോട് ഒന്നിച്ച് കൂടിയത്. പിന്നെ അത് ഈ മാതിരി ഒരു മോശം ഒരു ഇമേജ് കൊടുക്കുന്ന രീതിക്ക് അവരത് കൊണ്ടുകൊണ്ടായിരുന്നു. പിന്നെ ഒരു പെണ്ണ് ഒരാൾക്ക് വാരി കൊടുക്കുന്നതോ അല്ലെങ്കിൽ മടി കയറിയിരിക്കും തെറ്റ് തന്നെയാണ്. വാരി കൊടുക്കുന്നതിനേക്കാൾ വലിയ തെറ്റ് ഒരുത്തരെ കാണുമ്പോൾ ഉമ്മ കൊടുക്കുന്നതാണ് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാം. ആരെ കണ്ടാലും പോയി കവളിൽ ഉമ്മ കൊടുക്കാന്ന് പറഞ്ഞാൽ അതത്ര നല്ല, അതൊക്കെ നല്ലതും. ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ ഒരിച്ചിരി ഭക്ഷണം ഒന്ന് വാരി കൊടുത്തെന്ന് പറഞ്ഞിട്ട് കുഴപ്പം വരാൻ പോകുന്നില്ല. ഒരാൾക്ക് ചെന്ന് ഉമ്മ കൊടുക്കാന്നൊക്കെ പറഞ്ഞു, അത് നല്ല കാര്യം, ഇത് മോശക്കാര്യം. പുള്ളിക്കാരി പറയുന്നത് ഇവർക്ക് തന്നെ വെളിവില്ല ഇവർ എന്നാ പറയുന്നതെന്നുള്ളത്. ഇവർ ഭയങ്കര കുലസ്ത്രീ കളിക്കലുമാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള ഡയലോഗൊക്കെയാണ് വായുന്നത്. ഇത്രയും കുലസ്ത്രീ കളിക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ഉമ്മ കൊടുക്കുന്ന കാര്യമൊന്നും പറയരുത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഒരു ദിവസം വളരെ യാദൃച്ഛികമായിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി ഏത് ഫോട്ടോയുടെ കാര്യമാണ് അൻസിബയുടെ അടുത്ത് പറഞ്ഞത്, ഏത് ഫോട്ടോയുടെ കാര്യം, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എനിക്കറിയില്ല ചേട്ടാ, ഈ കുട്ടി ഇങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു. എന്താ ലക്ഷ്മി ഇപ്പൊ ചോദിക്കാത്തത്? ഞാൻ പല ആവർത്തി ചോദിച്ചിരുന്നില്ല. അപ്പൊ ആ പ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ സുരേഷ് ഏട്ടൻ ഓർമ്മയുണ്ടോ, ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി, 480 ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ട് ഞാൻ ദുബായിൽ പെട്ടുപോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് എക്സിറ്റ് അടിച്ചു, അതന്നെ എക്സിറ്റ് വിസ അടിച്ചു. എക്സിറ്റ് അടിച്ചിട്ട് പിന്നെ ഇല്ലത്തൊന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മത്തോട്ട് കയറാനും പറ്റാത്ത അവസ്ഥ. അപ്പം അതിന് തൊട്ട് മുന്നേ ഞാനും ഇവിടുത്തെ ഒരു നടി മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയും കൂടെയാണ് പോയത്. അങ്ങനെ 2 ട്രിപ്പ് ഉണ്ട്. ഇതിൽ ഏത് ട്രിപ്പിനെ കുറിച്ച് ഈ കൊച്ചു ചോദിക്കുന്നത് പോലെ എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടില്ല. അപ്പം പിന്നെ ആ സമയത്ത് എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ പെട്ടു, 22 മണിക്കൂർ ഇരുന്നു, പിന്നെ ദേഹമൊക്കെ പൊട്ടിയിട്ടാണ് നമ്മൾ റൂമിൽ പോകുന്നത്. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ജയ്ഷേട്ടൻ എന്തോ ഒരു മനസ്സിലൊരു വിഷമം പോലെ, എനിക്ക് അവിടെ എന്തോ സംഭവിച്ചോ, എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ, എനിക്ക് എന്തെങ്കിലും ഇത് പറ്റിയോ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നതാണോ എന്നൊക്കെ ഓർത്ത് ജയ്ഷേട്ടൻ എന്തോ ഭയങ്കര ഒരു വെപ്രാളം, ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. ഇങ്ങനെ 1-2 ആയിട്ട് ഇവിടെ സംസാരം തുടങ്ങി. ഈ സുരേഷ് ഏട്ടന്റെ കയ്യിലോട്ട് കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സുരേഷ് ഏട്ടൻ അത് വെച്ചാണ് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞിട്ട് കൊടുത്ത് ചോദിക്കുന്നത്. കാര്യം സുരേഷ് ഏട്ടൻ പറഞ്ഞ് കൊണ്ടുവന്ന് ചോദിച്ച് കൊണ്ട് വെക്കുന്ന എങ്ങോട്ടാണെന്നുള്ളത് ഈ ഒരു ഇന്റർവ്യൂ മൊത്തത്തിൽ കാണുന്നവർക്ക് മനസ്സിലാകും. സുരേഷ് ഏട്ടൻ എന്നതാണ് പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്, അത് ഈ ചേച്ചിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഉള്ള ഒരു ഇന്റർവ്യൂ ആണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. ചേച്ചി കൊടുത്തേക്കുന്ന കുറെ ക്വസ്റ്റ്യനും ചേച്ചി പറയാൻ ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങൾ നേരത്തെ സുരേഷ് ഏട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് സുരേഷ് ഏട്ടൻ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സുരേഷ് ഏട്ടൻ ആകെപ്പാട് എതിർക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അവർ രണ്ടുപേരെയും പറ്റി പറയുമ്പോൾ അവർ പ്രായപൂർത്തിയായവരാണ്, അത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. ആ ഒരു ഡയലോഗ് മാത്രമുള്ളൂ സുരേഷ് ഏട്ടനത് പോസിറ്റീവായിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ജയേഷ് ഏട്ടൻ്റെ കാര്യം പറഞ്ഞത്, ഈ ഒരു പുരുഷനെ കണ്ടാൽ ചെന്ന് കെട്ടിപ്പിടിക്കുകയും
തോളെ കൂടെ കൈയിടുകയും അയാൾക്ക് കിസ് കൊടുക്കുകയും ചെയ്യുമ്പം അതൊന്നും കണ്ടാൽ യാതൊരു വിഷയമില്ലാത്ത ഈ സുരേഷ് ഏട്ടന് ഭാര്യനെ അത്രയും വിശ്വാസമായിരിക്കും. അല്ല, സുരേഷൻ ഇവിടെ ജയേഷ് ഏട്ടന് അത്രയും വിശ്വാസമായതുകൊണ്ടായിരിക്കും അതാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത് ആ ഒരു കാര്യം പറഞ്ഞത്. അത്രയും വിശ്വാസമുള്ള ഒരാൾ ഫോണിൽ മെസ്സേജ് അയച്ചു, അത് ഇത്രയും വിഷയമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഭാര്യയോട് ചോദിക്കുക, ഇതെന്നാണ് പ്രശ്നം, എനിക്കറിയത്തില്ല, അവരിട്ടതാണ്, നമുക്ക് അവരോട് നേരിട്ട് പോയി, അല്ലെങ്കിൽ രണ്ടുപേരോട് ഒന്നിച്ച് അവരെ നേരിട്ട് എവിടെ വെച്ച് പിടിക്കണം, പിടിച്ചു പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയണം. അത്രയേ ഉള്ളൂ. ഇത് അതല്ലാതെ ഇവരുമായിട്ട് ഭയങ്കര വിഷയമുണ്ടാക്കി, ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, ഇവരുടെ ഫാമിലി അത് ബാധിച്ചു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അപ്പം അൻസബിയുടെ അടുത്ത് പറയുന്നുണ്ട്, ആ മെസ്സേജ് ഞാൻ ഇവരുടെ ഭർത്താവ് കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞു, യോ ചേച്ചി അത് കണ്ടോ, ചേച്ചി എന്താ അത് ഡിലീറ്റ് ചെയ്തിരുന്നെന്ന് ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരാ പറയുന്നുണ്ട് ചിലപ്പോൾ യോജിക്കാം, കാര്യം അവർക്കത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് അങ്ങനെ തെറ്റവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ പേടിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടായിരിക്കും അവരത് ഡിലീറ്റ് ചെയ്യാതിരുന്നത്. അപ്പം ഈ ജയശേട്ടൻ ഭയങ്കര പ്രശ്നമായി. അങ്ങനെയാണ് ഇവർ കേസിന് പോകുന്നത്. കേസിന് പോയി ഇത്രയും വിശ്വാസം, ഇത്ര ഭാര്യകൾ സംശയമില്ലാത്തൊരു പുരുഷന് അത്രയും വിഷയം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒന്നാമതവിടെ. അപ്പോൾ അങ്ങേർക്ക് ഇവരെ സംശയം തന്നെയാണ്. അല്ലെ പിന്നെ ആ ഒരു കമന്റ് വന്നപ്പോൾ അത്ര ഇഷ്യൂ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇവർ അൻസബിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്ത് അൻസബയെ അവിടെ വിളിച്ച് വരുത്തി. അൻസബയോട് ഒരുപാട് നേരം മണിക്കൂറോളം അവിടെ എടുത്ത് ചോദ്യം ചെയ്തു. അതുപോലെ അവരോട് ഭയങ്കര സപ്പോർട്ടായിരുന്നു, അവർ ഭയങ്കര ഇതായിരുന്നു. അവിടുത്തെ അവർ സ്റ്റേഷനിലുള്ളവരൊക്കെ അവരോട് ഇവരോട് വലിയ ഇത് കാണിച്ചില്ല, മറ്റവരോട് ഭയങ്കര ഇതായിരുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ അപ്പോൾ അവിടെ വെച്ചും ഇവർ ചോദിക്കുന്നുണ്ട്. ഈ പോലീസുകാർ ചോദിച്ചെന്ന് പറയുന്നുണ്ട്, എന്നതാണ് നിങ്ങൾ തമ്മിൽ ഇത്രയും വൈരാഗ്യം വരാനുള്ള കാരണം എന്ന് പറയുമ്പോഴും ഇവർ പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ആര് ഈ ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടില്ല, എന്നതാ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവർ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഒരുപാട് നേരം ലേറ്റായെന്നും, അപ്പം അവിടെ ഈ അൻസിബയുടെ കൂടെ ആ റൂമിൽ കണ്ട ആ വ്യക്തി അവിടെ ഉണ്ടായിരുന്നെന്നും അവരവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും അവരോട് കൂടിയാണ് ഇവരെന്തോ ആ ഒരു പരാതിയുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മിപ്രിയോട് എടുക്കാൻ സമ്മതിച്ചു, അൻസിബേനെ എടുക്കാൻ സമ്മതിച്ചില്ല. ലാസ്റ്റ് അൻസിബ എടുത്തു. അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഇഷ്യൂ എല്ലാം ഉണ്ടായി കഴിഞ്ഞ് അൻസിബ കൊണ്ടുപോയി പരാതി കൊടുത്തായിരുന്നു, ഇവരെ അവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ അവിടെ CCTV ഇല്ലായിരുന്നെന്നും, ഏത് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ അത് വർക്കിംഗ് അല്ലായിരുന്നു, പക്ഷേ അതിൻ്റെ വെളി കടയുടെ അവിടെ CCTV ഉണ്ടായിരുന്നെന്നും ദൃശ്യം മോഡലാക്കാൻ നോക്കിയെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ലക്ഷ്മിപ്രിയ ഇതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ. എന്നിട്ട് ഈ അൻസിബ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഇവരെ ഇങ്ങനെ സ്റ്റേഷനിൽ വിളിച്ചിരുത്തി ഇങ്ങനെ ഒത്തിരി നേരം ഇരുത്തിയെന്നും അവരെ മാനസികമായിട്ട് പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരാതി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് പക്ഷേ കോടതി വന്നു കഴിയുമ്പോഴത്തേക്ക് അത് യാതൊരു വാല്യൂ ഇല്ലാതെ തള്ളിപ്പോയി. കാര്യം അപ്പം അവരുടെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, അൻസിബ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും, ചിലതൊക്കെ ആ ഒരു ദേഷ്യം ഇവർക്ക് ഉള്ളിലുണ്ടായിരിക്കും. ഇവരോട് അത്രയും ഇതായിട്ട് ആ സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയതും അവിടുത്തെ സംസാരിച്ചതൊക്കെ ഒരു ഇൻസൾട്ടായിട്ട് തോന്നിക്കാണും. അതിനായിരിക്കും അവർ അങ്ങനെ ഒരു പരാതി പറഞ്ഞ് കൊടുത്തത്. അപ്പം അതെല്ലാം ചെയ്ത് അപ്പോൾ ഇവരോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നാന്ന് ചോദിക്കുന്നുണ്ട്. ആര് ഈ ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിലുള്ള പ്രശ്നം എന്നാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആ പ്രശ്നം എന്നാന്ന് ഇപ്പം ഇവിടെയും ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്കിടയിലെ ഈ ഒരു പ്രശ്നത്തിന് കാരണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷയം ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പം ഈ ലക്ഷ്മിപ്രിയ പറയുന്ന കാരണമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇവർ ഈ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഏതൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോയി ആ ഷൂട്ടിങ്ങിൻ്റെ അതിനുവേണ്ടി അവിടെ താമസിക്കുന്ന സമയത്ത് അവരൊരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിനകത്ത് 2 റൂമാണുള്ളത്. ഒരു റൂം അൻസിബയുടെയും ഒന്ന് ലക്ഷ്മിപ്രിയയുടെയും കൂടെ ആയിരുന്നു. അപ്പോൾ ഇവരവിടെ ഷൂട്ട് പെട്ടെന്ന് ഇവർക്ക് നിർത്തലാക്കപ്പെട്ടു. അപ്പോൾ ഇനി ഉടനെ ഒരു 5 കാലത്തേക്ക് ഇനി ഷൂട്ടില്ല, ഷൂട്ട് തുടങ്ങുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിപ്രിയ പറഞ്ഞു ലക്ഷ്മിപ്രിയയ്ക്ക് പോകണം എന്നും പറഞ്ഞ് പുള്ളിക്കാരി രാത്രി വെളുപ്പിനത്തെ ട്രെയിനുള്ള പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നിർത്തി. അപ്പോൾ അൻസിബ വിളിച്ചാൽ പറഞ്ഞു, ചേച്ചി ഞാൻ വരുന്നില്ല, ഞാൻ 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ, ഞാൻ 2 ദിവസം ഇവിടെ നിൽക്കുക, അത് കഴിഞ്ഞ് ഞാൻ വരുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഓർത്തു ഓക്കെ എന്നാൽ നീ നിന്നോ, നിൻ്റെ അവർക്ക് എന്തെങ്കിലും ആവശ്യം കാണുമെന്ന് പറഞ്ഞിട്ട് ഇവരത് മൈൻഡ് ചെയ്യാതെ ഇവർ വെളുപ്പിനെ പോയി. ഇവർ കാർ എടുത്ത് അങ്ങോട്ട് ഇവരിറങ്ങി പോകുന്ന സമയത്ത് മാസ്ക് വെച്ച ഒരാൾ വരുന്ന കണ്ടത്. ഇത് ഒരു കഥ മാതിരിയാണ് പുള്ളിക്കാരി പറഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇവർ നേരിട്ട് കണ്ട മാതിരിയാണ് ഓരോ കാര്യങ്ങളും. ഈ മാസ്ക് വെച്ചാൽ കണ്ടു എന്ന് കഴിഞ്ഞുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി കഥ പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പം ഇവർ മാസ്ക് വെച്ച് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കണ്ട് നല്ല പരിചയമുള്ള ഒരാളെന്ന്. അപ്പോൾ ഇവർ ജസ്റ്റ് നോക്കി ഇവരങ്ങ് പോയി. ഇവർക്ക് ട്രെയിനിൽ പോകേണ്ടോണ്ട് ഇവരങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വീട്ടിൽ വരാറായപ്പോഴത്തേക്ക് ഇവരുടെ ഫോണിൽ ഒരുപാട് കോളുകൾ, ഒത്തിരി കോളുകൾ, അത് ഒത്തിരി പേര് പറയുന്നുണ്ട്. അവിടുത്തെ ഓണർ, അവിടെ ജോലി ചെയ്യുന്ന മറ്റു സ്റ്റാഫുകൾ, മാനേജർ, ഒക്കെ പറയുന്നുണ്ട്. ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, ഒത്തിരി പേരുകൾ പറയുന്നുണ്ട്. ആ പേരുകളെല്ലാം പറഞ്ഞു പുള്ളിക്കാരി ഭയങ്കര ടെൻഷനായിപ്പോൾ ഇത്രയും കോൾ എന്നാ വന്നേ എന്നും പറഞ്ഞു പുള്ളിക്കാരി പെട്ടെന്ന് തിരിച്ചു വിളിച്ചു. ഇവർ എന്നെ പ്രശ്നം അറിയാൻ വേണ്ടി ഫോൺ ചെയ്ത് പറഞ്ഞു, ചേച്ചി മാഡം ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരാൾ മാസ്ക് വെച്ച ഒരാൾ വന്നു. അപ്പോൾ അൻസിബ ഡോറ് തുറന്ന് കൊടുത്ത് അകത്ത് കയറി. അപ്പം അത് ആരാന്ന് അറിയത്തില്ല. അപ്പോൾ അവർ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്നതല്ലേ. അപ്പോൾ പോന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ സെറ്റിലുള്ള ആർക്കോ അതിനകത്ത് ആ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ആ റൂം തന്നെ ഉപയോഗിക്കാനായിട്ട് ഇവർ കൊടുത്തു. അപ്പോൾ ഫ്രീ ആയിട്ട് താമസിക്കുന്നു എന്നുള്ള മൈൻഡിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല, അവരുടെ അവിഹിതം ഒന്ന് പുറത്ത് പറയണം, അത്രയേ ഉള്ളൂ. ആ അവിഹിതം പുറത്ത് പറയാൻ വേണ്ടി പുള്ളിക്കാരി ഒരുപാട് പെട്ടാണ് ഇവിടെ വരെ ഈ കഥ എത്തിച്ചേക്കുന്നത് കേട്ടോ. നമുക്കത് കേൾക്കുമ്പോൾ നിങ്ങൾ ആ ഇൻ്റർവ്യൂ കണ്ടിന്യൂ ആയിട്ട് കണ്ടാൽ അത് മനസ്സിലാവുള്ളൂ. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. തുറക്കാതെ വന്നപ്പോഴത്തേക്കും 6:30 മണി വരെ അവർ വെയിറ്റ് ചെയ്തിട്ട് 6:00 കൂടിയിട്ട് ഷീബ എന്ന് പറയുന്ന ലേഡി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് മെയിൻ എൻട്രൻസ് തുറക്കുന്നു. നേരെ എന്റെ റൂമിലേക്ക് നോക്കുന്നു, അവിടെ ആരെയും കാണാനില്ല. അപ്പൊ അൻസിബയുടെ റൂമിൽ തട്ടി അൻസിബയെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞ വാക്കാണ്, അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. മനസ്സിലായോ? അപ്പൊ ചോദിച്ചു ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഇല്ല, ആരും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവര് ഡോർ ഇച്ചിരി ഒന്ന് തള്ളി തുറന്നിട്ട് ചോദിച്ചു. അപ്പൊ അവർ തന്നെ അന്തം വിടും, ആരെ ഇവിടെ കയറിയെന്ന് നമുക്ക് അറിയില്ല, മുഖംമൂടിയും വെച്ചിട്ടുണ്ട്, മുഖംമൂടിയല്ല മാസ്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ
അത് പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലേൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലേൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞു, ആണോ ബ്രദർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ? ആർക്കും ആരുടെ റൂമിലും വരാമെന്ന് ഇപ്പൊ സുപ്രീം കോടതിയുടെ ഓർഡർ പോലും ഉണ്ട്. ബ്രദർ സ്റ്റേ ചെയ്യുന്നുണ്ടോ? പറഞ്ഞു പിന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്, 3 days സ്റ്റേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 star ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല, ID തരാൻ പറ്റില്ല, ഇതാന്ന് പറഞ്ഞു. ഭയങ്കര ബഹളം. അപ്പൊ സിനിമാക്കാരും ഇദ്ദേഹത്തിന്റെ അടുത്ത് വഴക്കിടുന്നു, ഈ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ വഴക്കിടുന്നു. ഇത് മുഴുവനും ഇവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും തെളിവില്ലാതെ ലക്ഷ്മിപ്രിയ സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് മൊത്തം ഇവിടുത്തെ വഴക്കും ഈ കാര്യങ്ങളിൽ പുള്ളി ഭയങ്കര ഭീഷണിയാണ് പെടുത്തുന്നത്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അവിടെ ഒന്ന് അത് എന്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ അതുണ്ട്, പലരുടെ കയ്യിലും അത് സേഫ് ആയിട്ട് ഉണ്ട്. അത് പലരുടെയും കൈ സേഫ് ആയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നം വന്നാൽ അത് പുറത്തെടുക്കുമെന്നാണ് പറഞ്ഞത്. അതാ പറഞ്ഞത്, ഇവരൊന്നും തെളിവോട് കൂടിയല്ല, ഇവരെല്ലാം വാക്കാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുള്ളൂ. നമുക്കിതൊന്നും അറിയത്തില്ല. ഇവർ പറയുന്ന വാഗുണ്ട് തെളിവോട് കൂടി ഒരു കാര്യം ഇവർ ഇതുവരെ പുറത്ത് കൊണ്ടുവന്നിട്ടില്ല. അവിടെയുള്ള ഇതിനകത്ത് ഇവർ വേറൊരു കാര്യം പറയുന്നുണ്ടേ. ലക്ഷ്മി മാഡം റൂം, ഞങ്ങൾക്ക് അവിടെ അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്, 2 റൂമും ഹാളും കിച്ചനുമായിട്ട് അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്. അപ്പൊ അതിൽ ഒരു റൂമിൽ ഞാൻ, ഒരു റൂമിൽ അൻസിബ, ഇങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പം ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു, സാറ് കണ്ടു എന്ന്. അതായത് നൈറ്റില് വോയിസ് കമാൻഡിങ്, അവിടെ നൈറ്റിൽ ഇത് മോണിറ്റർ ചെയ്യുന്നത് ദുബായിൽ ഇരുന്നിട്ട് സജീർ എന്ന് പറഞ്ഞ ഈ റിവേര റെസിഡൻസിയുടെ ഉടമസ്ഥനാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറയും, ഇതേ ചാവി അവിടെ വെച്ചിട്ടുണ്ട് മാഡം, മാഡത്തിന്റെ ഫുഡ് അവിടെ ഇരിക്കുന്നു. വോയിസ് കമാൻഡിങ് നമ്മൾ അശരീരി കേൾക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇവർ ഈ ആദ്യം പറഞ്ഞ കാര്യത്തിന് മുന്നേ പറയുന്ന ഒരു കാര്യമാണിത്. ഇവർ ഈ അപ്പാർട്ട്മെന്റിൽ കയറി വരുന്നത് ഒരു വിസിറ്റിംഗ് റൂം, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു റൂം, പിന്നെ ഒരു കിച്ചൺ ഹോൾ എന്നിവർ പറയുന്നുണ്ട്. അതിനകത്ത് ക്യാമറ വെച്ചേക്കുന്നത് ആ വിസിറ്റിംഗ് റൂമിലാണ് വെച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇവർ പറയുന്ന ഒരു രീതി വെച്ച്. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് കയറി കഴിയുമ്പോൾ ചാവി ഇന്നെടുത്തിരിക്കുന്നു, ഫുഡ് ഇന്നെടുത്തിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അത് അകത്ത് ക്യാമറ വെക്കാതെ ആ വോയിസ് അകത്തോട്ടും വരികയല്ല. ഇവരിപ്പോൾ ഡോർ അടച്ചിട്ട് നിന്നാൽ പുറത്തല്ലേ വോയിസ് കേൾക്കത്തില്ല, അതൊരു കേൾക്കത്തില്ലല്ലോ. ഇവരകത്തായിരിക്കുമല്ലോ അപ്പോൾ ക്യാമറ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ അകത്ത് ഈ ക്യാമറയ്ക്കകത്തൂടെ അദ്ദേഹം പറയുന്ന ആരോ വന്ന് കയറി, വെളുപ്പിനെ 4 മണിക്കാണ് കേട്ടോ, അല്ലാതെ വൈകിട്ടൊന്നുമല്ല, വെളുപ്പിനെ 4 മണിക്ക്. ആ 4 മണിക്ക് ഒരാൾ വന്ന് കയറി. ആ കയറി എന്ന് പറയുന്ന സമയത്ത് ഈ ആൾ കണ്ടില്ലേ ക്യാമറയിൽ ഇത് ഏത് റൂമിലോട്ട് ആൾ കയറുന്നതെന്ന് കണ്ടില്ലേ. എന്താണെങ്കിലും അൻസിബ വന്ന് തുറന്നു കൊടുത്തു, അൻസിബ തുറന്നു കൊടുത്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അൻസിബയ്ക്ക് പരിചയമുള്ള ഒരാളായിരിക്കുമല്ലോ അതിനകത്തോട്ട് കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെ അൻസിബയുടെ റൂമിലോട്ടായിരിക്കുമല്ലോ ആ ക്യാമറയിലോട്ട് നോക്കുമ്പോൾ. കാര്യം ലക്ഷ്മിപ്രിയ പറഞ്ഞു, എൻ്റെ റൂമിലോട്ട് നോക്കിയപ്പം അവിടെ ആളില്ല. എന്നെ അത് അഭിഹിതമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ളൊരു പെടാപ്പാടാണ് ഈ പെടുന്നത്. ഇപ്പുറത്തെ റൂമിലാണ് ആളുണ്ടായിരുന്നതെന്ന്. അത് അത്രയും വ്യക്തമായിട്ട് പറയാനാണ് ഈ കാര്യം. ഇത്രയും CCTV ഉള്ളിടത്ത് ഇവർ ഇത്രയും കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കീ എടുത്ത് അവർ മെയിൻ ഡോർ ഓപ്പൺ ചെയ്തു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ CCTV അത്ര കണ്ടു കാണത്തില്ല. ഈ മാസ്ക് വെച്ച ആൾ എന്നാൽ അകത്തോട്ട് കയറി കഴിയുമ്പോൾ മാസ്ക് ഊരി കാണുമല്ലോ. അൻസിബയെ കണ്ടു കഴിയുമ്പോൾ മാസ്ക് ഊരി കാണും. തന്നെയല്ല, ഈ ലക്ഷ്മിപ്രിയയ്ക്ക് അറിയുകയും ചെയ്യാം അൻസിബയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം അറിയുകയും ചെയ്യാം. ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനെ കാണാൻ വരുന്നത് ഭയങ്കര തെറ്റാണ്. നമ്മളിവിടെ കഴിഞ്ഞ ദിവസം പബ്ലിക്കായിട്ട് വീഡിയോ കണ്ടു, ബോയ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നതിന് എന്തെല്ലാം ടെസ്റ്റുകളാണ് നടത്തുന്നത്. ഇവർ പറയുന്നത് ആ ഒരു കാരണം ഇവർ അറിഞ്ഞത് കൊണ്ടാണ് ഈ അൻസിബ ഇവർക്കെതിരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതാണ് ഇവർ തമ്മിൽ ശത്രുതയാകാനുള്ള കാര്യം എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാരണം എന്ന് പറയുന്നത്. അതിലേറെ ഇതിനകത്ത് വേറെ രസകരമായ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ലക്ഷ്മിപ്രിയ ഒരു സത്യമിടിയിലുണ്ട്. ഈ കള്ളത്തരങ്ങൾ കൂടുതൽ പറയാനുള്ളവർക്കാണ് സത്യങ്ങൾ കൂടുന്നത്. അതെനിക്ക് പലരിൽ നിന്നും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സത്യങ്ങൾ ഇടുന്നവർക്ക് കള്ളത്തരങ്ങൾ കൂടുതൽ കാണും. നമുക്ക് ഈ ഒരു സത്യയിടിലൂടെ അത് കേൾക്കാവേ. സെപ്റ്റംബർ 12 അതായത് ഈ കുട്ടിയില്ലേ അഞ്ജന അപ്പുക്കുട്ടനെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഹാജരാക്കിയ ആ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ചിറയൻകീഴ് പടത്തിന്റെ ഷൂട്ടിന് പോവാ. അപ്പൊ എന്റെ അടുത്ത് അൻസിബ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സ്ത്രീവിരുദ്ധ കമ്മിറ്റിയാണെന്ന് പറഞ്ഞ് നമുക്ക് രണ്ടുപേർ കൂടെ രാജിവെക്കാമെന്ന്. എന്റെ ഗുരുവായൂരപ്പനാണ് സത്യം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം സത്യം, ഞാൻ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ടാ പറഞ്ഞ ക്യാമറയാണ് എന്റെ അന്നം, ഇട്ടിരിക്കുന്ന മേക്കപ്പ് സത്യം, ഞാൻ ഭജിക്കുന്ന ഭഗവതി സത്യം. ഞാൻ പറയാണ്, ഈ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു സ്ത്രീവിരുദ്ധ കമ്മിറ്റിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് രാജിവെക്കാമെന്ന്. അപ്പോൾ അന്ന് തൊട്ടേ അൻസിബ ഒരു അജണ്ടയുടെ പിന്നാലെയാണ്. ആ അജണ്ട ഇപ്പൊ അൻസിബ നടപ്പിലാക്കി. അത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവർ ഭയങ്കര എഴുത്തുകാരിയാണ്, ഇവർ ഭയങ്കര മലയാള അച്ചടി ഭാഷ പറയുന്ന വ്യക്തിയാണ്. അവരുടെ സത്യയിടലുകൾ കേട്ടോ, നമ്മൾ എങ്ങനെ ചിരിക്കാതിരിക്കും. നമുക്ക് ചില സത്യയിടൽ പറയുന്നതൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാകും സത്യമാണ്. അത് അവർ പറയാൻ വേണ്ടിയാണ് അവർ അത്ര സത്യം ഇടുന്നതെന്ന് മനസ്സിലായി. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഒരു സത്യവിടിയിൽ നിങ്ങൾ കേട്ടോ, എൻ്റെ മേക്കപ്പാണ് സത്യം, ഇനിയിപ്പോൾ എൻ്റെ പൊട്ടാണ് സത്യം, എൻ്റെ മൂക്കുത്തിയാണ് സത്യം, അല്ല എൻ്റെ കമ്മലാണ് സത്യം, ഇങ്ങനെ കൺവെൻഷിയാണ് സത്യം. എന്തൊക്കെ സത്യങ്ങളാണ് ഈ ലോകത്തുള്ളതല്ലേ. ഇങ്ങനെ കുറേ സത്യങ്ങളും ഒക്കെ ഇട്ട് പിന്നെ ഇത് കൂടാതെ വേറെ ഇഷ്യൂവിനെ പറ്റി ഇവരിനകത്ത് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, നീനാക്കുറുപ്പിനെ എടുത്തിട്ട് ചീത്ത വിളിച്ചത്, പ്രാഗി കൊന്ന്. അതോടുകൂടി ഇവരുടെ സ്റ്റാൻഡേർഡ് ശരിക്കും മനസ്സിലായതാണ് ഓഡിയൻസിന്. കാര്യം
ഇവർ ആ വായിന്ന് വന്ന ഭാഷ പുഴുത്ത് ചാവുന്നവരെ നീനാക്കുറുപ്പിനെ പറയുന്നത്. ഒരു വ്യക്തിയെ ഇത്രയും സത്യം ഇടുന്നതും ഇത്രയും ഇവർ ഭയങ്കര ദൈവവിശ്വാസിയായ ഇവരുടെ വായിന്ന് വന്ന്, ഞാൻ പറയും ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസിയാണെന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്. അവർ പക്ഷെ ഒരിക്കലും അംഗീകരിച്ചില്ല. അവർ പറയും ഞാനാണ് ഏറ്റവും നല്ലത്, എനിക്ക് എല്ലാം അറിയത്തുള്ളൂ, ഞാനാണ് എല്ലാം ചെയ്യുന്നത്, ഞാനാണ് സത്യസന്ധ എന്ന് പറയും. ഇവരിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇവർ ഭയങ്കര സത്യസന്ധത. അപ്പോൾ ഈ നീനാക്കുറുപ്പിനെ ഇവർ ചീത്ത വിളിച്ചതിൻ്റെ പിന്നിലും ഒരു കാരണം ഉണ്ടായിരുന്നല്ലോ. അന്നൊരു പ്രോഗ്രാം അവതരിപ്പിച്ചു, അത്രയും പ്രായമുള്ളവരെല്ലാം കൊണ്ടുവന്ന് ലാലേട്ടനും മമ്മൂക്കായും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടി കാണുന്നതിൻ്റെ ഇടയ്ക്ക് നീനാക്കുറുപ്പ് ഒരു പണി ചെയ്തു. അന്ന് ആരെയാണിത് കാണിച്ചതെന്നോ ആരോടാണിത് ചെയ്തതെന്നോ ഇവർ അന്ന് പറഞ്ഞില്ലായിരുന്നു. അത് നമ്മുടെ സബിത ബേട്ടി ഇല്ലേ, സബിത ബേട്ടി തന്നത് അതിൻ്റെ പേര് സബിത. സീരിയലിനകത്ത് സിനിമയിലൊക്കെ ഉള്ളതാണ് പുള്ളിക്കാരിനെയാണ് പൂട്ടിയിട്ടേന്ന് പറഞ്ഞു. അപ്പം ഇവർ ഓരോ ടൈമിങ്ങും കാര്യങ്ങളുമൊക്കെ പുള്ളിക്കാരിയായിരുന്നു ഏൽപ്പിച്ചത്. അങ്ങനെ ഇതാണ് അതാണ് വാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നുണ്ട്. പറഞ്ഞ് ആ ഒരു വിഷയമാണ് ഇവർ പറയുന്നത്. ഇവരത് അന്നങ്ങനെ പറയാനുണ്ടായ കാര്യം പിന്നീട് ഇവർക്ക് കുറ്റബോധം തോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞതൊക്കെ നല്ല അടിപൊളി ഏറ്റ ഡയലോഗൊക്കെ ആയിരുന്നു. അതിനെപ്പറ്റി ഒരു ന്യായീകരണമുണ്ട്. എല്ലാം വന്ന് ന്യായീകരിക്കുന്നുണ്ട്, കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കത് കൂടെ കേട്ട് നോക്കാം. ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവർ രാത്രിയായപ്പോൾ സജിത ബേട്ടി ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇടുകയാണ്, നീനാക്കുറുപ്പ് ചേച്ചി സജിത ബേട്ടിയെ പൂട്ടിയിട്ടു. എന്നിട്ട് ഈ കുട്ടി ഡ്രസ്സൊക്കെ കരഞ്ഞോണ്ടിരിക്കുന്ന ഫോട്ടോ, ഡ്രസ്സ് ഊരി മടിയിൽ വെച്ചിട്ടിരിക്കുന്ന ഫോട്ടോ, ഇതെല്ലാം ഈ കുട്ടി അയച്ചു തരാണ്. അപ്പം മറ്റേ രമാദേവി ആന്റിയോട് നേരിട്ട് ഈ കുട്ടി പറഞ്ഞു പൂട്ടിയിട്ടുണ്ടെന്ന്. രമ ആന്റി ആശ്വസിപ്പിക്കുകയാണ്, സജിത കുട്ടി മോള് കരയല്ലേ, പോട്ടെ മോളെ, അടുത്ത പ്രോഗ്രാമിന് കളിക്കാമല്ലോ നമുക്ക്. അപ്പം മോൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എന്നെ പൂട്ടിയിട്ടു ആന്റി എന്ന് മോള് പറഞ്ഞില്ലേ. ഇതൊക്കെ പറഞ്ഞ് എല്ലാം മെസ്സേജ് അയക്കുമ്പോൾ ഞാനിക്കാകെപ്പാടെ, ഞാൻ ഉച്ചയ്ക്കാണ് മെസ്സേജ് അയക്കുന്നത്, പിറ്റേ ദിവസമാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. രാത്രി ഇവർ അയച്ചിരിക്കുന്ന ഗ്രൂപ്പിലെ ഡിസ്കഷൻ ഞാൻ കേട്ടില്ല. പിറ്റേ ദിവസം കേട്ടുമ്പോൾ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. ഞാൻ ആലോചിക്കുന്നത് എന്താണ്, 83 വയസ്സും 90 വയസ്സും ഒക്കെ ആയ ഇത്രയും പ്രായമുള്ള അമ്മമാര് 40 വർഷത്തിന് ശേഷം സ്റ്റേജിൽ കയറുന്ന അമ്മമാര്, അവർ വിളക്കെത്തിക്കാൻ പോലും ഒരു ഉദ്ഘാടനത്തിന് പോലും ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല. അങ്ങനത്തെ അമ്മമാരെ നമ്മൾ പഠിച്ച് സ്റ്റേജിൽ കയറ്റുമ്പോൾ ഇവർ ഈ ചെയ്തത് ശരിയായില്ലല്ലോ, ഇവരോടൊക്കെ ഇത്രയും ദുഷ്ടത്തരം ചെയ്ത ദുഷ്ടയായ സ്ത്രീ എന്ന ഇമോഷനിലാണ് സത്യത്തിൽ ഞാൻ അങ്ങനെ പ്രാഗീവ് അതുപോലെ ചീത്ത വിളിച്ചത്, അങ്ങനെ പുഴുത്തു പോകുമെന്ന് പറഞ്ഞത്, അത്രയും അസഭ്യം പറഞ്ഞത്. അത്രയും ഒരു വിഷയം ഉണ്ടായതിന് അത്രയും ഇവർ കിടന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഇവരപ്പോൾ ഒരു ഇച്ചിരി വലിയ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അവർ പറയുന്നത് ന്യായമാണ്. കാര്യം അത്രയും പ്രായം ചെന്നവരെ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ കാണിച്ചപ്പം ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അത്രയും ഇവർ കിടന്നു. പക്ഷെ ആ ഒരു പറച്ചിൽ, ആ ഒരു പ്രോഗ്രാമിൽ ഒരാളെ കയറ്റാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല. നീനാക്കുറുപ്പിൻ്റെ സൗന്ദര്യം, നീനാക്കുറുപ്പിന് ഒരുപാട് ഓവർ വണ്ണമില്ലാത്തതിനെ പറ്റിയും, നീനാക്കുറുപ്പ് ഇത്രയും ഏജ് ആയിട്ടും ഇത്രയും നല്ല ബ്യൂട്ടി ആയിട്ട് ഇരിക്കുന്നു, ഇതൊക്കെയായിരുന്നു പുള്ളിക്കാരിക്ക് അതിൽ വിഷയമായിട്ട് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരി ആ പറഞ്ഞു വെക്കുന്നതിനകത്ത് അതൊക്കെയാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ അവർ ആ പുള്ളിക്കാരിയെ റൂബിയെ പൂട്ടിയിട്ടെന്നോ എന്ന്. പിന്നെ ഇവർ പറയുന്നുണ്ട് സജിത ബേട്ടി നുണ പറഞ്ഞതായിരുന്നു, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലായിരുന്നു, സജിത ബേട്ടി നുണ പറഞ്ഞതായിരുന്നെന്നും ഈ പുള്ളിക്കാരുടെ വാ കൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. സജിത ബേട്ടി അങ്ങനെ ഒരു നുണ പറഞ്ഞതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായെന്ന്. അപ്പം നുണ പറഞ്ഞതെന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കാണോ ഇവർക്കത് കുറ്റബോധം തോന്നിയത് പറഞ്ഞത്. ആ ഒരു വിഷയമാണ് അതിനേക്കാൾ പ്രശ്നമായത്. ഇവരെവിടെ ചെന്നാലും ബിഗ് ബോസിൽ വന്നപ്പോൾ നിങ്ങൾ കണ്ടു ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ചുമ്മാ. എന്നിട്ട് പിന്നെ ഇവരങ്ങ് പ്രാർത്ഥനയും ഭയങ്കര ജപവും കാര്യങ്ങളുമായിട്ട് പിന്നെ കിടന്ന് കോലം കിട്ടുന്ന കാണായിരുന്നു. അപ്പം ഇതിനകത്താണെങ്കിൽ ഇവർ പറയുന്നുണ്ട് മിഥിജാൽ അങ്ങനെ നടന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. അയാൾ ഏതാണ്ട് പരിപാടിയുടെ ഒക്കെ ആളാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവരൊരു പരാതി കൊടുത്ത കാര്യം പറയുന്നുണ്ട്. 4 വരി പരാതി ഇവർ സ്റ്റേഷനിൽ കൊടുത്തണമെന്നാണ് പറയുന്നത്. നിങ്ങൾ സൈഡിൽ നോക്കിയാൽ കാണാം ഇതൊരു 4 വരി പരാതിയാണോ എന്നൊക്കെ കാണും പറയും. പക്ഷേ ഇത് വായിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. ഇത് എന്നതാണ് എഴുതിയേക്കുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല, വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതായിട്ട് എടുക്കുന്നത് ഞാനത് വായിക്കുന്നില്ല, ഇത് സൈഡിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് സൂം ചെയ്ത് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു. ഇതാണ് ഇവരുടെ പരാതിയും കാര്യങ്ങളൊക്കെ. ഒരു 4 വരി പരാതിയും ഞാൻ കൊടുത്തുള്ളൂ അൻസിബയ്ക്കെതിരെ. 4 വരി പരാതി എഴുതി കൊടുത്തുള്ളത്. പക്ഷേ ഒരു essay മാതിരിയുണ്ട് പരാതി കണ്ടിട്ട്. അതുപോലെ തന്നെ അൻസിബയോട് എന്നിട്ട് ഇവർ ചോദിക്കുന്നുണ്ട്, അൻസിബ ഇന്നുപോലൊരു കാര്യം അറിയുന്നത് നീ എവിടെ എന്ന് ചോദിക്കുമ്പം ഇവർ പറയുന്നുണ്ട്, അൻസിബ പറയുന്നുണ്ട് ഇവരോട്, ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരാളുമായിട്ടും പ്രണയത്തിലാണെന്ന് പറഞ്ഞില്ല, 9 വർഷം 8 വർഷം കൊണ്ടായ പ്രണയമാണ്, ഞങ്ങൾ രണ്ടുപേരും കന്യാകുമാരിക്ക് പോയേക്കുവാണ്, ഞങ്ങൾ ഇന്നടത്താണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഇവരതൊരു അഭിഹിതമാക്കി കുത്തിപ്പൊക്കിക്കൊണ്ട് വരാൻ നോക്കിയൊരു വ്യക്തിയാണ് ഇവർ. അപ്പം ഇവർ പറയുന്നത് ഇദ്ദേഹത്തെ പറ്റി ഒരുപാട് ഇവരിങ്ങനെ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞ് പിയാടെ ഒരു പോസ്റ്റ് ഉണ്ട് ഫേസ്ബുക്കിൽ വന്നത്. അപ്പം ഇത് അൻസിബയോടുള്ള കാര്യമായിട്ടാണ് പുള്ളി പറയുന്നത്. ഇദ്ദേഹത്തെ ചേർത്താണ് അൻസിബേനെ ഇവർ പറഞ്ഞേക്കുന്നത്. അൻസിബ സത്യം മറച്ചു വെച്ച് നീ ആരെയാണ് സംരക്ഷിക്കുന്നത്? ലക്ഷ്മിപ്രിയ വിഷയത്തിൽ നിന്റെ മൗനം ആപത്താണ്. കാര്യം ഇതിൽ എന്തൊക്കെയോ വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം പുകഞ്ഞു മറിഞ്ഞ് നടപ്പുണ്ട്. അതാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതൊരു ചോദ്യമായിട്ടാണ് ചോദിച്ചേക്കുന്നത്. പ്രിയ അൻസിബ, നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം നിന്റെ മൗനത്തിലുണ്ട്. ഇത്രയേറെ അനുഭവിച്ചിട്ടും ആരെ സംരക്ഷിക്കാനാണ് നീ ഇനിയും സത്യങ്ങൾ മറച്ചു വെക്കുന്നത്? എല്ലാം ഒരു ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്. ലക്ഷ്മിപ്രിയമായുള്ള വിഷയത്തിൽ നിന്റെ നിലപാടുകൾ പലപ്പോഴും അവ്യക്തമാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നീ ഇനിയെങ്കിലും തയ്യാറാകണം. റാസൽ ഖൈമയിലെ കാന്താരി റെസ്റ്റോറൻറ്റിൽ 2025 നവംബർ 2 നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവല്ലോ. ആ ക്ഷണം നീ എന്തുകൊണ്ട് നിരസിച്ചു എന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന
ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന വിവരം അറിഞ്ഞതു മുതലാണല്ലോ നിന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ നീ എന്തുകൊണ്ട് മടിക്കുന്നു? കേട്ടല്ലോ സംഭവ വികാസങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഈ ലക്ഷ്മിപ്രിയ കൂടുതലും ഈ അൻസബയോട് കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ഇതാണ്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലക്ഷ്മിപ്രിയയ്ക്ക് ഈ അൻസബയ്ക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ആ പുള്ളിക്കാരനും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അവിടെ പോയി അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അപ്പം ആ ഒരു പ്രശ്നത്തിന്റെ ഇതായിട്ടാണ് അൻസബ ചോദിക്കുന്നത് ഈ ഫോട്ടോയുടെ കാര്യം കേട്ടോ. ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നോ? ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്ന് വളരെ ലളിതമായ ചോദ്യം ചോദിച്ചതാണ് ലക്ഷ്മിപ്രിയ നിനക്കെതിരെ കേസ് നൽകിയത്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണ്? പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? അന്ന് റാസൽ കൈമയിൽ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന ഭീതിയിലാണോ ലക്ഷ്മിപ്രിയ ഇത്തരമൊരു കേസിന് മുതിർന്നത്? തന്റെ രഹസ്യങ്ങൾ നിന്റെ കൈവശം ഇല്ലെന്ന് ഉറപ്പ് വരുത്താനാണോ അവർ നിയമത്തെ കൂട്ടുപിടിച്ചത്? ഇതെല്ലാം മറിമായങ്ങളാണ്. ഇതിനൊക്കെ പിന്നെ നടക്കുന്നതെന്ന് ഓർത്ത് നോക്കണം കേട്ടോ. കുറേ സദാചാരങ്ങൾ പറഞ്ഞു നടക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഈ റാസൽ കൈമ എന്ന് പറഞ്ഞ ആ ഒരു ഇത് ഭയങ്കര പേര് കേട്ട് കേട്ടോ. അത് കുഞ്ഞു പിള്ളേർക്ക് പോലും അറിയാം. അവിടുത്തെ ഒരു കാന്താരി റെസ്റ്റോറൻറ്റ് എന്നതൊക്കെ കേൾക്കണം. ആ റെസ്റ്റോറൻറ്റ് നിർത്തിപ്പോയെന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്. അതിന് വേറെ ഏതാണ്ട് പേരിട്ട് അവർ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഈ കാന്താരി റെസ്റ്റോറൻറ്റൊക്കെ നമ്മൾ കുറച്ചാൾ മുമ്പേ തൊട്ട് കേൾക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അവിടുത്തെ സംഭവങ്ങളും കുറച്ചാൾ മുമ്പേ തൊട്ട് കേൾക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൂടാതെ ലക്ഷ്മിപ്രിയയുടെ സുഹൃത്തായ ആശ തൃപ്പൂണിത്തറ നിനക്ക് നൽകിയ വിവരങ്ങളും ശ്രദ്ധേയമാണ്. മകളുടെ പേരിൽ നടത്തുന്ന സൊസൈറ്റിയുടെ മറവിൽ നടക്കുന്ന മണി ലോണ്ടറി ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിഞ്ഞ നിമിഷം മുതലാണോ നിങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചത്? ഈ സാമ്പത്തിക തിരിമറികൾ എന്തുകൊണ്ടാണ് നീ ഇതുവരെ പുറത്തറിയിച്ചില്ല? അൻസിബ, ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ടിനി ടോമിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ നിന്റെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു, നിന്റെയും നിന്റെ അഭിഭാഷകന്റെയും അനുവാദത്തിനായി ഇനിയും കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ആ പരാതിയുടെ പകർപ്പ് ഞാൻ പുറത്തുവിടുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ പരാതിയുടെ പകർപ്പാണ് എനിക്ക് താഴെ കൊടുത്തേക്കുന്നത്. ഇതൊക്കെയാണ് ഇവരെ പറ്റി പറഞ്ഞേക്കുന്നത്. ഇപ്പം ഈ സംഭവങ്ങളൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. ഇതിൻ്റെ പിന്നിൽ എന്നതൊക്കെയോ കളികളുണ്ടെന്നറിയാം. ചൊറിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ എന്തോ പോലെ ആകുമെന്നറിയാമോ? മറ്റേ റസുപ്പുക്കുട്ടിയുടെ സംഭവമൊക്കെ പോലെ ആകും. കാര്യം സച്ചിന് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞിട്ട് കൊടുത്തു. ലാസ്റ്റ് ഒരുമാതിരി പൂക്കുറ്റി മാതിരി മൊത്തം പൊട്ടി വെളി വന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ലക്ഷ്മിപ്രിയയെ പറ്റി. ഈ ലക്ഷ്മിപ്രിയയുടെ ഈ ഒരു കാര്യം ഇതിനു മുമ്പ് ഞാനിങ്ങനെ കേട്ടതാണ്. ഇങ്ങനെ ഒരു കാര്യം ഈ കാന്താരി റെസ്റ്റോറൻറ്റിലെ കാര്യം കേട്ടതാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ അങ്ങനെ വലിയ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് എടുക്കാതിരുന്നത്. സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയാതെ ഞാൻ ഇന്നാളും പറഞ്ഞത് തന്നെ, ഇവിടെ നീ കയറി പോകുന്ന ഈ സിനിമാക്കാരെന്ന് പറഞ്ഞ ഈ പെണ്ണുങ്ങളെല്ലാം കയറി പോകുമ്പോണ്ടല്ലോ, ഇതൊക്കെ എന്നാ കാണിക്കാൻ പോകുന്നതെന്ന് കൂടെ നോക്കണം. നോക്കി വേണം ഈ മാതിരി ഇവിടെ നിന്നുള്ള പെൺകുട്ടികളെയൊക്കെ കൊണ്ടുപോയി അവിടെ ഇതൊക്കെ ഈ തെളിവായിട്ട് വന്നിട്ടില്ല, ഈ ഒരു വാക്കായിട്ട് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരുപാട് തവണ സജിനയുടെ ഇതിനകത്താണേലും മറ്റേ ദിയാസിന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സജിന തന്നെ പറഞ്ഞിട്ടുണ്ട്, സജിനെ അതിനാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. സർക്കാരൊന്നും ഇതിനൊന്നും യാതൊരു ഇതും കാണിക്കുന്നില്ല. ഒരു നിയമ നടപടികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് പോകുന്നത്, ഇവരൊക്കെ എന്നാത്തിന് പോയിട്ട് തിരിച്ചു വരുന്നു, അവിടെ എന്നെ കാണിച്ചു കൂട്ടുന്നു, ഇതൊന്നും അന്വേഷിക്കുന്നില്ല. ഇവിടെ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടോ? പാവം പിടിച്ച പെൺകുട്ടികളെ ഒരു നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. ചിലപ്പോൾ അവർക്ക് വിദ്യാഭ്യാസ കുറവ് കാണും, സാമ്പത്തിക കുറവ് കാണും, ചിലപ്പോൾ വിദ്യാഭ്യാസം ഉള്ള പെൺകുട്ടികൾ തന്നെയായിരിക്കും. അവരിവിടുന്ന് കയറിപ്പോയിച്ചാൽ അവർക്ക് മയക്കുമരുന്ന് കൊടുത്ത് അവരുടെ മോശമായിട്ടുള്ള വീഡിയോസ് എടുക്കുക, അത് നാട്ടിൽ അയച്ചു കൊടുക്കും, വീട്ടുകാരെ കാണിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അടിമയാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ പെൺകുട്ടികളൊന്നും ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ പറ്റാതായി പോകുന്നത് ഇവരുടെ കുടുംബത്തെ ഓർത്താണ്. കാര്യം ഇങ്ങനെ ഒരു മോശം വീഡിയോസ് പുറത്തിറങ്ങിയാൽ അവരുടെ കുടുംബം പിന്നെ എന്നാ ചെയ്യുമെന്നുള്ളത് ആത്മഹത്യ ചെയ്യുള്ളൂ. അഭിമാനമൊക്കെ ഉള്ള കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ആത്മഹത്യ ചെയ്യുള്ളൂ. പിന്നെ നിവൃത്തി അങ്ങനെയൊക്കെ വരുമല്ലോ എന്നോർത്താണ് ഇതിങ്ങൾ സഹിച്ച് എന്നാലും നനഞ്ഞിറങ്ങി എന്നാൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ഉണ്ടാക്കിയാൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നശിപ്പിച്ച് കളയുന്ന ജീവിതങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കഥകൾ, ഇതൊക്കെ വെറും പറച്ചിലുകൾ മാത്രമാണ് നമ്മളിതിനകത്ത് ഈ പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നതാണേലും ഈ ലക്ഷ്മിപ്രിയ പറഞ്ഞേക്കുന്നതാണേലും എല്ലാം വാചകങ്ങളിലൂടെയുള്ളൂ. തെളിവോടുകൂടി ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാം വാക്കല്ല. വരും ദിവസങ്ങളിൽ ബാക്കി എന്നൊക്കെ നടക്കുമെന്ന് നമുക്കറിയാം. അമ്മയെന്ന് പറഞ്ഞ ഒരു സംഘടനയും അത് പുരുഷന്മാർ അതിനകത്ത് വന്നിട്ട് പ്രശ്നങ്ങളാണ്, അവർക്കൊക്കെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു എന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്കായിട്ട് കൊടുത്താണ്, സ്ത്രീകൾക്ക് മുൻഗണന കിട്ടാനായിട്ട്. അതും അതിനേക്കാൾ വലിയ കുളമാക്കി അതിനേക്കാൾ വലിയ അവിഹിതങ്ങളും കഥകളും പുറത്തു വരുന്ന രീതിക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ് കൂടെ ചെയ്യാം. മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം.